ആക്ടർ ജിനോ ചേട്ടനുമായിട്ട് നമ്മൾ മസനഗുഡി ഒരു ഊട്ടിയിലേക്ക് ഒരു യാത്ര പോയായിരുന്നു. അതിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കാടിൻ്റെ ഉൾക്കാഴ്ചകളും മറ്റു മനോഹരമായ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, KL39 പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മസനഗുഡിയിലാണ്. മസനഗുഡിയിൽ ഒരു സ്റ്റേയും സഫാരിയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. ഈ വർഷത്തെ യാത്രയിൽ നമ്മൾ മൊത്തം 5 പേരാണ്. അതുപോലെ തന്നെ ഈ യാത്രയിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്. എന്താ, നമ്മുടെ കൂടെ വിപിൻ ചേട്ടനുണ്ട്. ഡോട്ട് ഗെയിനിലെ വിപിൻ ചേട്ടനാണ്. എന്തൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. എന്തായാലും ജിനോ ചേട്ടനാണ്. അപ്പോൾ പറയും ചേട്ടാ, എങ്ങനെയുണ്ട് ചേട്ടൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഞങ്ങൾ മൊത്തം 5 പേരാണ്. അതിൽ നമ്മുടെ കൂടെ ഉള്ള സ്പെഷ്യൽ ഗസ്റ്റ് ചേട്ടനായിരുന്നു. ചേട്ടനപ്പോൾ ഫാമിലിക്ക് ഇതുപോലെ സഫാരിയും അല്ലെങ്കിൽ ഇങ്ങനെ നേച്ചറൊക്കെ ആയിട്ട് കാണാൻ സ്ഥിരം കൂടുതൽ സിറ്റീസിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ ഡെഫിനറ്റ്ലി കാടിൻ്റെ അകത്തേക്ക് ആയിരിക്കും വരുന്നത്. കാടാണ് കൂടുതൽ ഇഷ്ടം. ഫാമിലിക്കായിട്ട് ഇവിടെ വരാറുള്ളത്? പിന്നെ ഓൾ ദ ടൈം എപ്പോഴും വരാം. ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ ആണെങ്കിലും ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഒരുപാട് ഫിലിം സ്റ്റാർസ് ഒക്കെ ഫാമിലിക്കായിട്ട് വരാറുള്ളതാണ് കൂടെ. അത് കുറേ ആൾക്കാർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പറഞ്ഞ മാതിരി വൈൽഡ് ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും വരാറുണ്ട്. മോസ്റ്റ്ലി വൈഫായിട്ടായിരിക്കും, വൈഫും കൊച്ചായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ബേസിക്കലി ചേട്ടൻ താമസിക്കുന്നത് എറണാകുളം. ഞാൻ കൊച്ചിക്കാരനാണ് ചേട്ടൻ. എന്നാലും ചേട്ടൻ നമ്മുടെ കൂടെ സഫാരിക്കും അതുപോലെ തന്നെ ഇവിടെ സ്റ്റേയിലൊക്കെ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ നിങ്ങളുടെ കൂടി വന്ന് സ്പെൻഡ് ചെയ്ത്. കലക്കനായിരുന്നു. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു ഈ പ്രോപ്പർട്ടി വരുന്നത്. റോഷൻ എന്നല്ലേ ചേട്ടൻ്റെ പേര്? റോഷൻ. അപ്പോൾ എന്തായാലും ചേട്ടാ, ഞങ്ങളും ഒരുപാട് ഹാപ്പിയാണ്. കാരണം ചേട്ടൻ്റെ കൂടെ ഞങ്ങൾക്കും വരാൻ സാധിച്ചു. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സഫാരിക്കൊക്കെ വരുന്നതും. ഞങ്ങൾ ഒരുപാട് 3-4 കാട് പ്രേമികളായിട്ട് കാടി കയറാനായിട്ട്. താങ്ക് യു ചേട്ടാ. എന്തായാലും ചേട്ടൻ ഇവിടെ വരാൻ, മറ്റുള്ളവർ വരാനും സജഷൻ ചെയ്യുമല്ലേ ചേട്ടൻ? 100% കം. ബട്ട് ലൈക്ക് ഐ സെഡ്, ബി വെരി റെസ്പോൺസിബിൾ അബൌട്ട് ഇറ്റ്. നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ആൻഡ് കം ആൻഡ് എൻജോയ് ദ പ്ലേസ്. ഡെഫിനറ്റ്ലി. അത്യാവശ്യം ആനിമൽസിനൊക്കെയാണ് നല്ലൊരു സൈറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടില്ലേ? പിന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ടൈഗർ, ലെപ്പേർഡ്, വടവർ എല്ലാത്തിനെയും കണ്ടിട്ടുണ്ട്. കാര്യം നമ്മൾ സഫാരിക്ക് പോകുന്നുണ്ടെങ്കിലും ചേട്ടൻ്റെ കൂടെ പോയപ്പോഴാണ് ഇവിടെയുള്ള ഈ മസനഗുഡി ഏരിയയിലുള്ള ഒരുമിക്ക പോക്കറ്റ് റോഡുകൾ പോലും ചേട്ടൻ അറിയാം. കാരണം ചേട്ടൻ ഫാമിലിക്കായിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നേക്കുന്ന ഒരാൾ കൂടിയായിട്ട് ഞങ്ങൾക്കും പുതിയതായിട്ട് കുറേ സ്ഥലങ്ങൾ ചേട്ടൻ മുഖേന കാണാൻ സാധിച്ചു. താങ്ക് യു വെരി മച്ച് ഫോർ ദ കമ്പനി. ഓക്കെ, താങ്ക് യു ചേട്ടാ. അങ്ങനെ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ചെറിയൊരു സഫാരി പോകാൻ ഇറങ്ങുവാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം പബ്ലിക്കിന് എല്ലാവർക്കും തന്നെ എത്തിപ്പെടാവുന്ന ഒരു ഏരിയ അല്ല. കാരണം നമ്മൾ ഫോറസ്റ്റിനോട് പ്രത്യേകം പെർമിഷൻ മേടിച്ചിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് പോകുന്നത്. അതും ജിനോച്ചേൻ്റെ പരിചയത്തിൻ്റെ പേരിലാണ് നമുക്ക് ആ ഒരു ഭാഗത്തിട്ട് പോകാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് ഷിരൂർ എന്ന് പറയുന്നൊരു ട്രൈബൽ വില്ലേജിലേക്കാണ്. ട്രൈബൽ വില്ലേജും അല്ലെങ്കിൽ ട്രൈബൽ എന്നൊക്കെ പറയുന്നതിലും എനിക്കിഷ്ടം കാടിൻ്റെ മക്കൾ എന്ന് പറയാനാണ്. നമ്മളീ പോകുന്ന റൂട്ടിൽ പ്രധാനമായിട്ടും 2 വില്ലേജസാണ് ഉള്ളത്. ആനക്കെട്ടി വില്ലേജും അതുപോലെ തന്നെ സിരിയൂർ വില്ലേജുമാണ്. ഈ സിരിയൂർ വില്ലേജിൻ്റെ അവസാനം വന്നെത്തുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. ആ അമ്പലത്തിൻ്റെ പേര് വരുന്നത് സിരിയൂർ മാരിയമ്മൻ ടെമ്പിൾ എന്നാണ്. നമ്മുടെ ഈ 2 വില്ലേജസും ഉൾക്കാട്ടിലായതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വരുന്നത് വളരെ പ്രയാസകരമാണ്. അഥവാ നമുക്ക് ഇങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഉത്സവകാല സമയത്ത് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ട് വേണം ഈ ഒരു വില്ലേജസിലേക്കും ഈ അമ്പലത്തിലേക്ക് എത്താനായിട്ട്. ഗ്രാമവാസികൾക്ക് പോയി വരാനുള്ള സൗകര്യത്തിനായിട്ട് ഇവിടെ ബസ് സർവീസ് ഉണ്ട്. അത് രാവിലെയും വൈകിട്ടുമായിട്ടുള്ള ബസ് സർവീസാണ്. ഊട്ടിയിൽ നിന്നും ഏകദേശം 16 കിലോമീറ്ററും മസനഗുഡിയിൽ നിന്നാണെങ്കിൽ ഏകദേശ കണക്കാണ് നമ്മൾ പറയുന്നത് 8 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പോകുന്ന വഴി നമുക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കിട്ടിയെങ്കിലും അവയെ പകർത്തിയെടുക്കുന്നത് വളരെ റിസ്ക് ആയിട്ടൊരു കാര്യം കൂടിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ സാധാരണ സഫാരി സെൻറ്ററിലൊക്കെ ആണെങ്കിൽ പോലും മൃഗങ്ങൾക്ക് വാഹനത്തെയോ അല്ലെങ്കിൽ നമ്മളെ കണ്ട് പേടി ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ പബ്ലിക് അധികം അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് വാഹനത്തെയും നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേടിയാണ്.
എന്തായാലും ഈ ഒരു കാടിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആംബിയൻസൊക്കെ വളരെ മനോഹരം തന്നെയാണ്. നമുക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരുപാട് സഫാരി പോയിട്ടുണ്ടെങ്കിലും ചില ആളുകൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ബിയർ ബോട്ടിൽസും മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിഞ്ഞ് കാടിനെ നശിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പബ്ലിക് അധികം വരാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കാടിൻ്റെ ഭംഗി വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. വേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. മൃഗങ്ങളാണെങ്കിലും സ്വാതന്ത്ര്യത്തോടു കൂടി അവർ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ ഉല്ലസിച്ച് നടക്കുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോ തന്നെ കണ്ടാൽ അറിയാൻ പറ്റും. എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല, അതിന് എടുത്തു പറയുന്നു. കാരണം ഒരുപാട് ആൾക്കാർ വളരെ നല്ല രീതിയിൽ കാട് എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കാടിനെ നശിപ്പിക്കാൻ വരുന്ന ആൾക്കാരുമുണ്ട്. മനുഷ്യരാണ്, എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത്. അങ്ങനെ കാട്ടിയുടെ മനോഹരമായ വിഷ്വലൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം കൊടും കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഷിരിയൂർ മാരിയമ്മൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. എനിക്ക് കാട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിക്ക ഹോളിഡേയ്സും കാട്ടിലേക്കാണ്, സിറ്റീസിലേക്കല്ല. സിറ്റി നമ്മളെ ആവശ്യത്തിന് കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ കാടിനുള്ളിലെ അമ്പലത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. നമ്മൾ വന്ന വഴി തന്നെയാണ് റിട്ടേൺ നമ്മൾ പോകുന്നത്. അത് മുമ്പ് നമ്മൾ ബന്ദിപ്പൂരിൽ നിന്ന് മുമ്പ് ഗുണ്ടൽപേട്ട് എത്തിക്കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോകണമായിരുന്നു. ഇപ്പോൾ ആ ജംഗ്ഷൻ എത്തണതിൻ്റെ മുമ്പ് ലെഫ്റ്റിൽ തന്നെയാണ്. കാട്ടുപോത്തുണ്ട്. നമ്മുടെ ഈ ഒരു സഫാരിയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂമെൻറ്റ്സ് ആണിത്. അങ്ങനെ പറയാനുള്ളൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടികളൊരു കൂട്ടം തന്നെയുണ്ട്. അതേപോലെ തന്നെ സഡൻലി നമുക്ക് ഈ കാട്ടിൽ നിന്ന് ഒരു അലാം കോൾ കിട്ടി. ആ അലാം കോളിന് ശേഷം ആ മൃഗങ്ങൾ എത്ര അലേർട്ടായിട്ട് നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ വിഷ്വലിൽ കണ്ടറിയാൻ പറ്റും. അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നോക്കുന്നതും വളരെ വ്യക്തമായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാൻ നമുക്ക്. കണ്ടിന്യൂസ് ആയിട്ട് അലാമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അലാം കോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്.
കാടിൻ്റെ ഒരു ആംബിയൻസ് മാറിപ്പോയി. ഈ ഒരു കാട്ടിലെ ഏറ്റവും ശക്തനായിട്ടുള്ള വേട്ടക്കാരാണ് ടൈഗർ, ലെപ്പേർഡ് അങ്ങനെയുള്ള ആനിമൽസ്. അങ്ങനെയുള്ള ആനിമൽസിൻ്റെ സ്മെല്ലോ അവരുടെ മൂവ്മെൻറ്റ്സോ കാണുന്ന ആനിമൽസ് മറ്റുള്ള ജീവികൾക്ക് കൊടുക്കുന്ന ഒരു അപകട സൂചനയാണ് ഈ ഒരു അലാം കോൾ. അങ്ങനെ കുറച്ച് നേരത്തെ ഒരു മൂവ്മെൻറ്റ്സിന് ശേഷം അലാം കോൾ നിന്നു. വീണ്ടും മൃഗങ്ങൾ അവരുടെ സ്വാഭാവിക അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ആ പാനിക്കിൽ നിന്നൊക്കെ അവർ മാറിയിട്ടുണ്ട്. എന്തായാലും ഇത് മനുഷ്യർക്ക് കിട്ടാവുന്ന വെച്ചിൽ നല്ലൊരു മെസ്സേജും കൂടി കേട്ടോ. കാരണം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മക്കളെ ഉപേക്ഷിച്ചും കൊന്നും കളയുന്ന മാതാപിതാക്കളും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇത് കാണേണ്ടത് തന്നെയാണ്. കാരണം അത്രയും ആ ഒരു ആനിമൽ ആ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ കാട് തിരിച്ചിറങ്ങുകയാണ്. കാരണം നമുക്കൊരു സമയപരിധിയുണ്ട്. 7 മണിക്കുള്ളിൽ നമ്മൾ കാട്ടിൽ നിന്ന് റിട്ടേൺ വരണം. അപ്പോൾ നമ്മൾ സേഫായിട്ട് കാട്ടിൽ നിന്ന് റിട്ടേൺ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യാത്രയിലെ സെക്കൻഡ് ഡേ ആണ്. നമ്മുടെ റെനൽ വ്യൂവിൽ നിന്ന് കാണുന്ന ഫ്രണ്ട് ഒരു വ്യൂ ആട്ടോ ഇത്. വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. കാരണം മഞ്ഞിൽ പുതഞ്ഞെടുക്കുന്നൊരു മലയും ഒരുപാട് ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എന്തായാലും അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോവാം. എന്തായാലും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലവും കൂടിയാട്ടോ ഇവിടെ. ഈ കാണുന്ന നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഔട്ട്സൈഡ് കാഴ്ചകളാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ തന്നെ ഓരോ കോട്ടേജുകളായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. റൂമൊക്കെ ആണെങ്കിലും നല്ല രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് മസനഗുഡ് റൂട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. എന്തായാലും ജിനിച്ചേട്ടൻ നമ്മളെ പോലെ തന്നെ നല്ലൊരു കാട് പ്രേമി കേട്ടോ. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ഇതുപോലെ കാടുകളും മറ്റു സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ചേട്ടൻ. കൂടുതലും ഫാമിലി ആയിട്ടാണ് ചേട്ടൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. ചേട്ടൻ മുഖേന നമുക്കും പുതിയ കുറേ സ്ഥലങ്ങളും പുതിയ കുറേ കാഴ്ചകളും കാണാൻ സാധിച്ചു. ചേട്ടൻ ആദ്യം തന്നെ നമ്മുടെ കൂടെ ഈ യാത്ര വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഒരു പേടിയായിരുന്നു. കാരണം ഒരു സെലിബ്രിറ്റിയുടെ കൂടെ നമ്മളും ആദ്യമായിട്ടാണ് പോകുന്നത്. യാത്ര തുടങ്ങി വിത്തിൻ സെക്കൻഡുകളിൽ തന്നെ ചേട്ടൻ ഞങ്ങളുടെ ഒരു വളരെ പരിചിതനായ ഒരു കൂട്ടുകാരനെ പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായില്ല. നല്ല രീതിയിൽ കാഴ്ചകളും നമ്മുടെ ഒരു കൂട്ടുകാരായിട്ട് പോകുന്നൊരു സെയിം വൈബ് തന്നെയാണ് നമുക്ക് ചേട്ടനായിട്ടും കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങളും ചേട്ടനായിട്ട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ചേട്ടൻ മുഖേന ഞങ്ങൾക്കും ഈ ഒരു മസനഗുഡി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പല ഹിഡനായിട്ടുള്ള ഭാഗങ്ങളും പോകാൻ സാധിച്ചു. ഒരുപാട് നല്ല കാഴ്ചകളും കണ്ടു. അങ്ങനെ നമ്മുടെ സ്റ്റേയിൽ നിന്ന് നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് കാടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ആനുവൽ സൈറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വീടിൻ്റെ ആംബിയൻസ് കണ്ടപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും വളരെ മനോഹരമായിട്ടൊരു വൈബും കൂടി ആയിരുന്നിട്ട് ഇവിടെ. ഇത് നമ്മുടെ രാത്രിയിലെ കാഴ്ചകളാണ്. രാത്രിയിൽ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് അവരെ ഔട്ട്സൈഡ് ഇരിക്കാൻ നേരത്ത് ലൈറ്റ് കാണുന്ന ഭാഗത്ത് ഇന്നലെ റിവാൾഡോ എന്ന് പറയുന്ന ഒരു വലിയൊരു ടസ്കർ ഇവിടെ വന്നായിരുന്നു. ഇവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകനാണെന്നാണ് ഈ വീട്ടിലെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ പുറത്തേക്ക് ഒന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം.
അങ്ങനെ നമ്മുടെ മസനഗുഡിയിലെ ഡേ 3 കാഴ്ചകളാണ്. മോർണിംഗ് ഞാനും ലൂക്കും കൂടി ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. ലൂക്ക് ഒരു പീറ്റ് ബുൾഡോഗാണ്. ഈ വീട്ടിൽ ലൂക്കിന് മുന്നേ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു. ആ 2 ഡോഗിനെയും ഒരു ബ്ലാക്ക് പെന്തർ ഡേ ടൈമിന് വന്ന് പൊക്കിക്കൊണ്ടുപോയി. അതുകൊണ്ട് ലൂക്കിനെ വളരെ കെയർഫുള്ളായിട്ടാണ് ഇവരെല്ലാവരും നോക്കുന്നത്. എന്തായാലും ഈ കാടിന് നടുവിലെ വീടിൻ്റെ ഒരു ആംബിയൻസ് വളരെ മനോഹരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വീട്ടിൽ രാവിലെ തന്നെ ഒരുപാട് ബേഡ്സിൻ്റെ ശബ്ദങ്ങളും ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. സിറ്റിയിലെ പൊല്യൂഷനും വണ്ടികളുടെ ഹോണടിയൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ശാന്തസുന്ദരമായിട്ട് ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യം തന്നെയല്ലേ. അങ്ങനെ നമ്മൾ വിഷ്വൽസൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു വൈൽഡ് ബോർ നമ്മുടെ സൈഡിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഈ വിഷ്വൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ ലൂക്കും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഉണ്ണിച്ചേട്ടൻ കണ്ടിട്ടില്ല. ഉണ്ണിച്ചേട്ടൻ്റെ ബാക്കിൽ കൂടി നമ്മുടെ വൈൽഡ് ബോർ പോകുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയുണ്ട് കേട്ടോ. പക്ഷെ ആരും ഉപദ്രവിച്ചൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പൂച്ചയൊക്കെ നടക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ പറമ്പിൽ കൂടി അങ്ങനെ കയറി അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയക്കുക. ഇത് ജയസൂര്യ ബിരിയാണി ബിരിയാണി അതെ ബിരിയാണി മുട്ടയൊക്കെ ഉണ്ടല്ലോ. യെസ്. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ യാത്രകളും നമുക്ക് പുതിയ പുതിയ ഓരോ അനുഭവങ്ങൾ തരും. അതിൽ നമുക്ക് പുതിയ കൂട്ടുകെട്ടുകളും പുതിയ കാഴ്ചകളും കിട്ടും. ഓരോ യാത്രയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. കാണാത്ത കാഴ്ചകൾ തേടി ഇനിയും നമ്മുടെ യാത്ര തുടരും.